ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സജിഷാസ് യമ്മി ആൻഡ് ക്രാഫ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മുടെ തട്ടിൽ കുട്ടി ദോശയും ഗാർലിക് ചട്നിയും. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മുടെ തട്ടിൽ കുട്ടി ദോശയും ഗാർലിക് ചട്നിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദോശയുടെ മാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്, പിന്നെ 1 സ്പൂൺ അളവിൽ ഉലുവ, ഇത് മൂന്നും കൂടെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം ഞാൻ തലേ ദിവസം തന്നെ ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മസാല ദോശയുടെ റെസിപ്പിയിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ അരച്ചെടുത്ത മാവാണിത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്, ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടുദോശ തയ്യാറാക്കാം. തട്ടിൽ കുട്ടി ദോശ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം പരത്തൊന്നും വേണ്ട കേട്ടോ. തട്ടിൽ കുട്ടി ദോശ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ സൈസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പാനിൽ തന്നെ 2-3 ദോശ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണേ ചുടുന്നുള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ദോശയുടെ മുകളിലായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടിരിക്കും, കാണുന്നില്ലേ? ഈ തട്ടിൽ കുട്ടി ദോശയ്ക്ക് നമ്മൾ സാധാരണ ദോശമാവ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സാധാരണ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ മാവ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ദോശ മുഴുവൻ ചെറിയ ചെറിയ ഓട്ടകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മറിച്ചിടാം. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നെയ്യാകുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നമുക്കിത് മറിച്ചിടാം. അടിവശം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ മുകൾ വശവും ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഞാനിത് എടുക്കുകയാണ്. നമുക്ക് ഇതുപോലെ അടുത്ത ദോശയും തയ്യാറാക്കാം. ഇതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതും ഇവിടെ നിന്ന് മാറ്റാം. ഇവിടെ ഞാനൊരു ഇരുമ്പിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 എണ്ണം വീതം ചുട്ടെടുക്കാം. ഇത് കുറച്ച് വലിയ പാനാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ തട്ടിൽ കുട്ടി ദോശ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതുപോലെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗാർലിക് ചട്നിയും തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഗാർലിക് ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ നാളികേരവും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഗാർലിക് ചട്നി ഇതേവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗാർലിക് ചട്നി ഇതേവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നിക്ക്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് അരഞ്ഞ് വരണം. നല്ല പേസ്റ്റ് രൂപത്തിലായി വരണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ചട്നി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ തട്ടിൽ കുട്ടി ദോശയും ഗാർലിക് ചട്നിയും ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഗാർലിക് ചട്നി അത് മിസ് ചെയ്യരുത്. എന്തായാലും നിങ്ങൾ തയ്യാറാക്കുക. തട്ടിൽ കുട്ടി ദോശ ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ ദോശമാവ് വെച്ച് തന്നെയാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ കുഞ്ഞതായിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കാണാം പുതിയ പുതിയ വീഡിയോകളിലൂടെ. അതുവരേക്കും എല്ലാവർക്കും ബൈ.